ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ നമ്മിൽ വർഷിക്കുമാറാവട്ടെ. ആമീൻ. ഹിജറ 852 വഫാത്തായ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു, ഹദീസ് രംഗത്തെ വലിയ വിഖ്യാതനായ ഇമാം ഷാഫിഈ മദ്ഹബിൻ്റെ റൂട്ടിൽ ജീവിച്ച ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അനുകരിച്ച് ജീവിച്ച മഹാനരുടെ അൽ മുനബ്ബിഹാത്ത്, അതിലുള്ള നമുക്ക് ഏറെ ഉൾക്കൊള്ളാൻ പറ്റുന്ന, നാം ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഉപദേശങ്ങൾ. അതിലിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് ഒരു ഹദീസാണ്. ആ ഹദീസ് പൂർത്തീകരിച്ചിട്ടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസുകൾ. ആ ഹദീസിൽ മുഞ്ചിയാത്തായ 3 കാര്യങ്ങൾ, അഥവാ നമ്മെ രക്ഷപ്പെടുത്തുന്ന 3 കാര്യങ്ങൾ, മുഹ്ലിക്കാത്തായ 3 കാര്യങ്ങൾ, നമ്മെ നശിപ്പിക്കുന്ന 3 കാര്യങ്ങൾ. ഇനി വേറൊരു 3 കാര്യങ്ങൾ പറയുന്നു ഇവിടെ, ദറജാത്താകുന്ന 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പദവികൾ കിട്ടുന്ന 3 കാര്യങ്ങൾ. അതാണ് ഇനി പറയുന്നത്. അമ്മ ദറജാത്തു ഫഇഫ്ഷാ ഉസ്സലാം വഇത്ആമു ത്വആം വസ്സലാത്തു ബില്ലൈലി വന്നാസു നിയാം. ഇതാണ് 3 പദവികൾ. സലാമിനെ വ്യാപിപ്പിക്കുക, സലാം പറയുക, കാണുന്നവരോടൊക്കെ സലാം പറയുക. കാണുന്നവരോടൊക്കെ എന്ന് പറഞ്ഞാൽ ഈമാനുള്ള ദീനുള്ള മുഅ്മിനീങ്ങളോട് സലാം പറയുക. ആ സലാമിനെ വ്യാപിപ്പിക്കൽ എന്നുള്ളത് നമ്മുടെ പദവിക്ക് കാരണമാണ്. മുഅ്മിനീങ്ങളുടെ തഹാബ് അഥവാ മുഅ്മിനീങ്ങളുടെ പരസ്പര സ്നേഹം, അത് വളരെ അനിവാര്യമാണ്. ആ തഹാബ്, ആ പരസ്പരമുള്ള സ്നേഹം, അതിന് സലാം പറയലാണ് അനിവാര്യമെന്ന് വേറെ ഹദീസിലും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. സലാം പറയൽ നമ്മൾ നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ മുതൽ നമ്മുടെ കുട്ടികളെയൊക്കെ ശീലിപ്പിക്കണം. ഉമ്മയോട് സലാം പറയുക, ഭാര്യയോട് സലാം പറയുക, അതുപോലെ വാപ്പയോട് സലാം പറയുക, മക്കളോട് സലാം പറയുക. ആ ഒരു രീതി, അതിൽ നിന്ന് നമ്മൾ അകന്നു പോകരുത്. അങ്ങനെ സലാം പറയലൊക്കെ ഒരു നാണക്കേടായി, ഒരു മടിയായ രീതിയിലാണ് ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് കുടുംബക്കാരോടൊക്കെ സലാം പറയൽ. സലാം പറയൽ എന്നുള്ളത് പരസ്പരം സ്നേഹം വർദ്ധിക്കാൻ കാരണമായ വലിയൊരു സംഗതിയാണ്. അങ്ങനെ വലിയൊരു ബറക്കത്ത് അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ അങ്ങനെ തന്നെ പഠിപ്പിക്കുകയും ചെയ്തത്. ദറജകൾ കൂടാൻ കാരണമായ 3 കാര്യങ്ങൾ, ഒന്ന് സലാം വ്യാപിപ്പിക്കലാണ്. സലാം പറയുന്ന കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ സ്ത്രീകൾ സലാം പറയുന്നതൊക്കെ ശ്രദ്ധിക്കണം. സ്ത്രീകൾ അന്യപുരുഷനോട് സലാം പറയൽ ഹറാമാണ്, അത് മനസ്സിലാക്കണം. ഒരു അന്യപുരുഷൻ സലാം പറഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ കാര്യം പറയണം, ഒരു പെണ്ണ് അവൾ മടക്കലും ഹറാമാണ്. അതേപോലെ പുരുഷൻ അന്യ പെണ്ണിനോട് സലാം പറയൽ അത് കറാഹത്താണ്. പെണ്ണ് സലാം പറഞ്ഞാൽ പുരുഷൻ മടക്കലും കറാഹത്താണ്. സംഘമായി നിൽക്കുന്ന പെണ്ണുങ്ങളോടുള്ള കാര്യമല്ല ഈ പറയുന്നത്. ഒരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞ, അന്യ പെണ്ണായ ഒരു പെണ്ണ്. ആ വിഷയം നമ്മുടെ മദ്ഹബിലെ പ്രസിദ്ധ ഗ്രന്ഥമാകുന്ന തുഹ്ഫത്തുൽ മുഹ്താജും അതിൻ്റെ വ്യാഖ്യാനമായ ഹാഷിയത്തു ഷെർവാനിയൊക്കെ നമ്മൾ നോക്കിയാൽ അവിടെ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്, ഈ വിഷയം. ചില ആളുകൾക്ക് ഇതൊന്നും ഇപ്പോൾ ഒരു മടിയില്ല. പെണ്ണുങ്ങൾക്കൊക്കെ മദ്രസയിലെ ഉസ്താദിനെ വിളിക്കുക, കുട്ടിയുടെ കാര്യം പറയാൻ, എന്നിട്ട് ഉസ്താദിനോട് സലാം പറയുക. അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും അന്യപുരുഷന്മാരോടൊക്കെ സലാം പറയുക. അതെന്തോ വലിയൊരു പുണ്യമാണെന്ന് മനസ്സിലാക്കി വച്ചിരിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അത്. സലാം പറയൽ അതിൻ്റേതായ ഹദ്ദുകൾ പാലിച്ച്, അതിൻ്റേതായ മര്യാദകൾ, അതിൻ്റേതായ നിയമങ്ങൾ പാലിച്ച് സലാം പറയുക. അത് ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെ ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിൽ പേജുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരുപാട് പേജുകൾ, സലാമിൻ്റെ ചർച്ചകൾ. തൊഫയൊക്കെ നോക്കിയാൽ കാണാം. വൈത്വാമുത്താം, രണ്ടാമത്തെ കാര്യം ഭക്ഷണം കൊടുക്കലാണ്. ഭക്ഷണം കൊടുക്കൽ, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കൽ എന്നുള്ളത് അത് ഒരാളുടെ പദവി വർദ്ധിക്കാൻ കാരണമാണ്.
നമ്മൾ സ്വന്തം നമ്മുടെ തടി കൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ ചെയ്യാൻ പലരും തയ്യാറാണ്. പക്ഷെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുക, അപ്പോൾ അതിന് പൈസ ചിലവാക്കണമല്ലോ, അതിന് മടിയാ. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. ത്വാമ് കൊടുക്കൽ എന്നുള്ളത് വലിയ വലിയ പുണ്യകരമാണ്, ദർജകൾ കൂടാൻ കാരണമാണ്. മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത്, ആ ഒരു നീയത്ത്, മറ്റുള്ള ഒരാളെ ഭക്ഷിപ്പിക്കുക, അത് തന്നെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമു പഠിക്കുന്ന ഒരു കുട്ടിയെ ഭക്ഷിപ്പിക്കുക, ആ എന്ന വലിയ ഒരു ഈമാനിൻ്റെ ഒരു മനോഭാവം. ആ മനോഭാവത്തിലൂടെയാണല്ലോ കേരളത്തിൽ പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മുത്തഅല്ലിമീങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ ഭക്ഷണം നൽകുന്നത് അവരുടെ വീട്ടുകാരല്ലല്ലോ. ഒന്നുകിൽ പള്ളി ദർസ് നടക്കുന്നിടത്ത് ആ നാട്ടിലെ നല്ലവരായ ഉമ്മമാർ, സഹോദരങ്ങൾ, അതല്ലെങ്കിൽ കോളേജുകളാണെങ്കിൽ ആ കോളേജിലെ ഭക്ഷണത്തിലേക്ക് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ സംഭാവനകൾ അർപ്പിക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ നല്ല ഈമാനുള്ള മുഅ്മിനീങ്ങൾ, അവരുടെ ആ നല്ല ഇടപെടൽ, അത് ഇത്വാമുത്വാം, ഭക്ഷണം കൊടുക്കൽ എന്ന മഹത്തായ പുണ്യം. അവിടെ രണ്ട് പുണ്യമാണ് അവർക്ക് കിട്ടുന്നത്. ഭക്ഷണം കൊടുക്കൽ എന്ന വലിയ കാര്യം, അതിൻ്റെ പുറമെ അത് ഇൽമിൻ്റെ കാവലുമാണ്. ഇൽമിനെ പ്രോത്സാഹിപ്പിക്കലാണ്, ഇൽമിനെ വളർത്തലാണ്, ഇൽമിന് കവചം തീർക്കുകയാണ്. അപ്പോൾ അവിടെ വലിയ മഹത്വമാണ് ലഭിക്കുന്നത്. മൂന്നാമത്തെ കാര്യം ഈ ഹദീസിൽ പറഞ്ഞത് വസ്വലാത്തു ബില്ലൈലി വന്നാസു നിയാം, തഹജ്ജുദ് നിസ്കരിക്കുക എന്നതാണ്. രാത്രിയിൽ നിസ്കരിക്കുക, ജനങ്ങളൊക്കെ ഉറങ്ങുകയാണ് ആ സമയത്ത്. നമ്മുടെ പൂർവികരായ മുഅ്മിനീങ്ങൾ, നല്ലവർ, അതേപോലെ ജീവിച്ചിരിക്കുന്നവരായ നമ്മുടെ നേതൃത്വമാകുന്ന വലിയ ഉലമാക്കൾ, സാദാത്തുക്കൾ, അവർക്കൊക്കെ ഈ വിഷയത്തിലുള്ള നല്ല നല്ല നടപടികൾ, ചര്യകൾ, അതൊക്കെ നമ്മൾ കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. ഔലിയാക്കളായ മഹത്തുക്കൾ അവരൊക്കെ രാത്രിയിൽ ഉറങ്ങാതെ നിസ്കരിച്ചു, ഉറങ്ങിയിട്ടില്ല. ഇശാ നിസ്കാരത്തിനടുത്തിരുന്ന വുളൂ കൊണ്ട് സുബഹി നിസ്കരിച്ചിരുന്നു. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു കൊല്ലങ്ങളോളം അതേ സമാനമായ സംഭവം, സമാനമായ ത്യാഗം മറ്റുള്ള പല ഇമാമിയങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ രാത്രിയിൽ ഇങ്ങനെ നിന്ന് റബ്ബിന് വേണ്ടി നിസ്കരിക്കുകയാണ്. ആളുകളോ വന്നാസുനിയാം, ആളുകൾ കിടന്നുറങ്ങാണ്. ഇവർക്ക് പദവി കൂടും എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതേപോലെ അവർ ചെയ്തതായ ആ വലിയ ഉന്നതമായ ആ സഅയിലേക്ക്, പരിശ്രമത്തിലേക്ക്, ത്യാഗത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, നമ്മൾ ചെയ്യുന്നില്ല എന്നല്ല. ഒരു 2 റക്അത്തെങ്കിലും നമുക്ക് നിസ്കരിക്കാൻ കഴിയണ്ടേ? സുബഹി വാങ്ക് വിളിക്കുന്നതിൻ്റെ മുമ്പ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അമ്മൽ കഫാറാത്തു, നമ്മളുടെ ഭാഗത്ത് നിന്ന് മുമ്പ് സംഭവിച്ചു പോയ പലതരത്തിലുള്ള അപാകതകൾ, ആ അപാകതകൾക്കുള്ള കഫാറത്തുകൾ അഥവാ പ്രായച്ചിത്തം. ആ പ്രായച്ചിത്തമാകുന്ന 3 കാര്യങ്ങൾ. ഒന്ന് ഇസ്ബാഹുൽ വുളൂഇ ഫി സബുറാത്തി, സബുറാത്തിൽ വുളൂഇനെ പൂർത്തീകരിച്ച് ചെയ്യലാണ്. സബുറാത്ത് എന്ന് പറഞ്ഞാൽ അതിശക്തമായ തണുപ്പുള്ള രാത്രി. അതിശക്തമായ തണുപ്പുള്ള രാത്രിയിൽ മനുഷ്യർ ആ രാത്രിയിൽ തൻ്റെ പ്രയാസം അനുഭവിക്കുകയാണ് തണുപ്പ് കൊണ്ട്. അപ്പോൾ ആ രാത്രിയിൽ വുളൂ ചെയ്യുക, വെള്ളം ഉപയോഗിച്ച്, അത് തന്നെ ഫർള് മാത്രം എടുത്ത് അവസാനിപ്പിക്കാതെ പൂർത്തീകരിച്ച് ചെയ്യുക. ഇസ്ബാഗ്, പൂർത്തിയാക്കി ചെയ്യുക വുളൂ. അത് വലിയ പദവി കൂടാൻ കാരണമാകും. സാധാരണ അങ്ങനെ ഘട്ടത്തിലൊക്കെ സാധാരണ ആളുകളൊക്കെ എന്താ ചെയ്യുക? വുളൂവിൻ്റെ ഫർള് മാത്രം അങ്ങോട്ട് എടുത്തിട്ട് അവസാനിപ്പിക്കും, കാരണം ഭയങ്കര തണുപ്പല്ലേ. അതേസമയത്ത് വുളൂ പൂർത്തീകരിക്കൽ എന്നുള്ളത് ദറജ കൂടാൻ കാരണമാണ്. വനഖ്ലുൽ അഖ്ദാമി ഇലൽ ജമാഅത്തി, ജമാഅത്തുകളിലേക്ക് ഇവൻ്റെ കാൽപാദങ്ങൾ കൊണ്ട് ഇവൻ സഞ്ചരിക്കും.